മാതാജി പറഞ്ഞതുപോലെ MLA അങ്കിള് നമ്മളെ കൊല്ലുമെന്ന് അഖിലിന് പേടിയുണ്ട്. ഭയപ്പെടുന്നല്ല, അതിപ്പോ സത്യമാണെന്ന് തോന്നുന്നത്. വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് ക്ലിയർ ആയിട്ട് കണ്ടുനോക്ക്. എന്താ നിങ്ങൾ പെരുപുറുക്കുന്നേ? മര്യാദക്ക് ജോലി. സമയമില്ല, വേഗം പാചകമൊക്കെ പൂർത്തിയാക്ക്. ഈശ്വര, ആ മാതാജി പറഞ്ഞത് സത്യമാവല്ലേ? ആ വീഡിയോയില് ഓഡിയോ ഇല്ല. MLA അങ്കിൾ അവരോട് എന്തായിരിക്കും സംസാരിച്ചത്? അവരും MLA അങ്കിളിനോട് എന്തായിരിക്കും പറഞ്ഞത്? ഉറപ്പായിട്ടും ആ MLA നമ്മളെ കൊല്ലാനുള്ള പ്ലാൻ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അയാൾ അങ്ങനെയൊന്നും ചെയ്യില്ലടാ. ജെനുവിൻ ആൾക്കാർ അങ്ങനെ ചെയ്യില്ല. എന്നാൽ ഫേക്ക് ആയിട്ടുള്ളവര് പണത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. അത് ശരിയാ. അതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു തീരുമാനം എടുക്കണ്ട. MLA അങ്കിള് അവരോട് എന്തായിരിക്കും പറഞ്ഞതെന്ന് അത് വ്യക്തമായി അറിഞ്ഞതിന് ശേഷം നമുക്കൊരു തീരുമാനത്തിലെത്താം. നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ അഖിലിന് അയച്ചു കൊടുക്കാം. എന്തോ വീഡിയോ വന്നിട്ടുണ്ടല്ലോ. നിങ്ങള് പറഞ്ഞതുപോലെ ഞങ്ങള് തട്ടിക്കളഞ്ഞു കേട്ടാ. അഖിലിനെയും കാർത്തികയും കൊന്നു കളഞ്ഞോ? പക്ഷേ അവര് മിസ്സായി പോയി ചേട്ടാ. എങ്ങനെ മിസ്സായി? വീണ്ടും ഞങ്ങള് ശ്രമിച്ചു നോക്കാൻ ചേട്ടാ. ഈ പ്രാവശ്യം മിസ്സാവില്ല ചേട്ടാ, ഗ്യാരണ്ടി ആയിട്ട് മേലോട്ട് പോവും. ചേട്ടൻ തരാന്ന് പറഞ്ഞത് തരണം, ചെയ്യാന്ന് പറഞ്ഞത് ചെയ്യണം. ഇവർക്കൊരു 10,000 രൂപ കൊടുത്തു വിടറോ? നായിക്കണ്ണ്, നരിക്കണ്ണ്, കോഴിക്കണ്ണ്, പൂച്ചക്കണ്ണ് എല്ലാം പോട്ടെ. ശരി ശരി, പോ. വെറും 10,000 രൂപ കൊടുത്ത് നിങ്ങളെ രണ്ടാളെ കൊല്ലാൻ പറഞ്ഞിരിക്കുന്ന MLA 10 കോടി കൊടുത്ത് കൊല്ലാൻ പറഞ്ഞ കുഴപ്പമില്ലേ? കാർത്തിക, ഇപ്പോഴെങ്കിലും വിശ്വാസമായോ ആ മാതാജി പറഞ്ഞത് സത്യമാണെന്ന്? MLA നമ്മളെ കൊല്ലാനാടി നോക്കുന്നേ. നമ്മളെ ഒന്നും ചെയ്യില്ലെന്ന് അങ്കിള് വാക്ക് തന്നതല്ലേ? ഇനി കള്ളം പറഞ്ഞതാണോ എന്തോ? സത്യം എന്താണെന്ന് ആർക്കറിയാം? ഇപ്പോഴേ അയാളെ ഫോൺ ചെയ്ത് വാർണിംഗ് കൊടുക്കാം. അയ്യോ വേണ്ട അഖിൽ, ചുമ്മാ ഇരുന്നേ. അഖിൽ, ഞാൻ പറയുന്നത് കേക്ക്. വേണ്ട. ആരാടോ പിയെ? അഖിലനാണ് സാർ. ഇതാ. എന്താ അഖില മോനെ ഇപ്പൊ ഫോൺ ചെയ്തത്? അവരെ വെച്ച് ഞങ്ങളെ കൊല്ലാൻ തീരുമാനിച്ചു അല്ലേ? നീ എന്താ സംസാരിക്കുന്നറിയോ? ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി കഴിഞ്ഞു. എന്തു മനസ്സിലായിന്ന്? അവര് നിങ്ങളുടെ വീട്ടിൽ വന്നോ ഇല്ലയോ? വന്നിരുന്നു. അവർക്ക് നിങ്ങൾ പണം കൊടുത്തോ ഇല്ലയോ? കൊടുത്തു. ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയല്ലേ കൊടുത്തത്? ഇല്ല മോനെ, എന്നെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയാ പണം കൊടുത്തത്. എന്നോട് കള്ളം പറയില്ലേ സാർ? ഞങ്ങളുടെ അടുത്ത് വീഡിയോ ഉണ്ട്. എന്ത് വീഡിയോ? നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്ന വീഡിയോ സെൻഡ് ചെയ്ത് തരാം, നോക്ക്. നിങ്ങള് പറഞ്ഞതുപോലെ ഞങ്ങള് തട്ടിക്കളഞ്ഞു ചേട്ടാ. അഖിലിനെയും കാർത്തികയും കൊന്നു കളഞ്ഞോ? പക്ഷേ അവര് മിസ്സായി പോയി ചേട്ടാ. ചേട്ടൻ തരാന്ന് പറഞ്ഞത് തരണം, ചെയ്യാന്ന് പറഞ്ഞത് ചെയ്യണം. ഇവർക്കൊരു 10,000 രൂപ കൊടുത്തു വിടറോ? എന്താടോ ഇത്? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ സാറേ, അവരുടെ സംസാരത്തിന് എന്തോ കുഴപ്പമുണ്ടെന്ന്. ഹലോ, ഇപ്പൊ എന്ത് പറയുന്നു? അവർക്ക് 10,000 രൂപ കൊടുത്ത് ഞങ്ങളെ കൊല്ലാൻ പറഞ്ഞു അല്ലേ? ഇപ്പൊ തന്നെ ഞങ്ങൾ അപ്രൂവറായിട്ട് മാറി സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യാൻ പോവാ. നിങ്ങൾ അവരെ അറസ്റ്റ് ചെയ്യും. അയ്യോ, ധൃതി കാണിക്കില്ലേ അഖിൽ? അഖിൽ, അത് ഫേക്ക് വീഡിയോ ആണ്. അവരോട് ഞാൻ സംസാരിച്ചത് വേറെ കാര്യമാ. ആരോ അറിഞ്ഞുകൊണ്ടത് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് എന്റെ വോയിസും ഡബ് ചെയ്ത് നിനക്ക് അയച്ചിരിക്കുക. ഓരോ കഥ ഇറക്ക അല്ലേ? അയ്യോ, വിശ്വസിക്കും മോനെ, നിന്നെ കൊന്നിട്ട് എനിക്കെന്ത് കിട്ടാനാ? അപ്പൊ ഞങ്ങളെ കൊല്ലണമെന്ന് നിങ്ങൾ വിചാരിച്ചില്ല അല്ലേ? നീയാണ് സത്യം. ഞാൻ അങ്ങനെ ആലോചിച്ചിട്ട് പോലുമില്ല. ഇതെല്ലാം നിന്റെ ചേട്ടൻ അഭിറാമിന്റെ പ്ലാനാണ്. നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി അവൻ എന്തോ ചതി ചെയ്തുകൊണ്ടിരിക്കുക. നീ നിന്റെ ബുദ്ധിയൊന്ന് ഉപയോഗിക്കാനിയാ.
ഓക്കെ സാർ, ഞാൻ സാറിനെ പിന്നീട് അങ്ങോട്ട് വിളിക്കാം. ഷേ, ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കാൻ പാടില്ല ഒന്നും മനസ്സിലാവുന്നില്ല. എവിഡൻസിന് വേണ്ടി അബേട്ടൻ ഗെയിം കളിക്കുന്നതായിരിക്കും ഇത്. എവിഡൻസ് ഇല്ലാതാക്കാൻ വേണ്ടി ആ MLA കളിക്കുന്ന കളിയാണോ ഒന്നും അറിയില്ല. അതേടാ, അവിടെ ഇവിടെ ഇല്ലാതെ നമ്മൾ അതിന്റെ ഇടയിൽ പെട്ടുപോയത്. ഇപ്പൊ നമ്മള് MLA വിശ്വസിക്കുന്നതാ സേഫ്. ഉറപ്പായിട്ടും ഇത് നിന്റെ അഭിയേട്ടന്റെ കളിയായിരിക്കും. നീ വിശ്വസിക്ക്. അത് വർക്കൗട്ട് ആയില്ല. ഇവരാ MLA അമിതമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഇത് വർക്കൗട്ട് ആകില്ല. ഇതൊന്നും ചെയ്താ പോരാ. അത് നമുക്ക് നോക്കാം വസുന്ധര, നമുക്ക് പ്ലാൻ ചെയ്യാം. വാ. കടൽ മുഴുവൻ നീന്തിയവൻ ഡ്രെയിനേജിൽ വീണ് ചത്തതുപോലെ ആയി ബിയെ. ക്ഷണിക്കാതെ അവർ നമ്മുടെ വീട്ടിലേക്ക് വന്ന് മിസ്സായി, കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കൊല്ലാമെന്നും പറഞ്ഞ് തന്ത്രപരമായി സംസാരിച്ച് പണവും വാങ്ങിക്കൊണ്ടുപോയി. അഭിറാമിനെ പോലൊരുത്തൻ ഇവരെ പോലെയുള്ളവരെ ഇതിന് ഉപയോഗിക്കുന്നു. എന്നിട്ട് വീഡിയോയും എഡിറ്റ് ചെയ്ത് അഖിലിനെ എന്റെ ശത്രുവാക്കി മാറ്റുന്നു. അർജുനനെ പോലുള്ള ഒരാള് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ട് ഭീഷ്മര ശരശയ്യയിലാക്കിയില്ലേ? അങ്ങനെയുള്ളപ്പോ ആ അഭിറാം ആ രണ്ടുപേരെ മുൻനിർത്തി സാറിനെ അടിക്കണമെന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല സാർ. എന്നെ നീ മഹാഭാരതം പഠിപ്പിക്കണ്ട. ആ കാലത്ത് മഹാഭാരതമായിരുന്നാലും ഈ കാലത്ത് ഭാരതദേശമായിരുന്നാലും അപ്പ നടന്നത് ഇപ്പോഴും നടക്കുള്ളൂ സാറേ. ആ അഖിലിനെ കാർത്തികൻ വെച്ച് സാറ് അഭിരാമിനെ അടിക്കണമെന്ന് വിചാരിച്ചു. അവരെ അപ്രൂവറാക്കി മാറ്റി സാറിനെ അടിക്കണമെന്ന് വിചാരിക്കുന്നു അഭിറാം. ഇത് മോഡേൺ കുരുക്ഷേത്രമാണ് സാറേ. എന്നാൽ പിന്നെ നമ്മളും കുറച്ച് മോഡേണായി തന്നെ ചിന്തിക്കണം. നീ ആ നരസിംഹന് ഫോൺ ചെയ്ത് അർജന്റായി ഇങ്ങോട്ട് വരാൻ പറ. ശരി സാർ. ഇപ്പൊ വരും സാർ. നമസ്കാരം സാർ. സാറ് വരാൻ പറഞ്ഞിരുന്നു. നിനക്കൊരു വലിയ ജോലിയുണ്ട് നരസിംഹ. ആ പറയൂ സാർ. സംസ്കൃതി തട്ടുകട സംസ്കൃതി കാറ്ററിംഗ് അഭിരാമിനെ നിനക്കറിയാമോ? അവനെ നമുക്കൊന്ന് ശരിയായിട്ട് കൈകാര്യം ചെയ്യണം. മനസ്സിലായില്ലല്ലോ സാറേ. ഇതാണ് പ്ലാൻ. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിട്ട് വാ. അപ്പോ അഡ്വാൻസ്? മനസ്സിലായി. ശരി. അപ്പോ പണി കഴിഞ്ഞിട്ട് ബാക്കി ബാലൻസ് വാങ്ങിക്കാൻ വരാം സാർ. ചെല്ലു. വരട്ടെ സാർ. വോട്ടേഴ്സിന് പണം കൊടുക്കുന്നത് പോലെ റൗഡികൾക്ക് പണം കൊടുക്കുന്നുണ്ടല്ലോ. തിരിച്ച് നമുക്കിട്ട് പണി കിട്ടുമോ സാറേ? എന്തായാലും ഇപ്രാവശ്യം ശരിയായി വർക്കൗട്ട് ആവും. അഭിറാമിന്റെ ജാമ്യം റദ്ദായി അവൻ ജയിലിലേക്ക് പോകുന്നത് കൺഫേം. ഓ, ഭക്ഷണമൊക്കെ വളരെ സൂപ്പർ ആയിട്ടുണ്ട് സാർ. ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ വളരെ നന്നായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു സാർ. അയൽക്കാര് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. എല്ലാ വിഭവങ്ങളും അടിപൊളിയായിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ വീട്ടിലോ ബന്ധുക്കളുടെ വീട്ടിലോ എന്ത് ഫംഗ്ഷൻ നടന്നാലും നിങ്ങൾക്ക് ഓർഡർ തരും. വളരെ നന്ദിയുണ്ട് മേഡം. ഹലോ ലക്ഷ്മി, ഭക്ഷണമൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. നിന്റെ സഹോദരി എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി, വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. വെച്ചേക്കട്ടെ. കഷ്ടപ്പെട്ടത് നമ്മളും ക്രെഡിറ്റ് അവർക്കും. കഷ്ടപ്പെട്ട് ആഹാരം ഉണ്ടാക്കിയത് നമ്മളും, പേര് മൊത്തം അവർക്കും. ഒരു തവണ പോലും നമ്മളെ കുറിച്ച് അവര് പറഞ്ഞില്ല. ബാലൻസ് അത് ഇങ്ങ് തന്നേക്ക്.
മോനെ, പേരും അവർക്കാണ്, പണം അവർക്കാണ്. എത്ര നാൾ ഇങ്ങനെയൊക്കെ പോകുമെന്ന് നമുക്ക് നോക്കാം. ഞങ്ങളുടെ വണ്ടി വരും. ഉണ്ടാക്കിയതെല്ലാം നിങ്ങൾ അതിൽ കൊടുത്തേച്ചേക്ക്. അങ്ങനെ ആയിക്കോട്ടെ. ആ, അതൊക്കെ എന്റെ ചേട്ടൻ അയച്ചു തരും. നിങ്ങൾ എല്ലാവരും കൂടി കല്യാണ നിശ്ചയത്തിനും വരണം. ഞങ്ങളുടെ മകളെ നിങ്ങളും വന്ന് അനുഗ്രഹിക്കണം. വരാതിരിക്കരുതേ. ഇല്ല, മാർക്കില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, വരട്ടെ. ശരി, പോയിട്ട് വരാം. എന്താ ഏട്ടത്തി, പാചകം ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചിട്ട് പണം നിങ്ങൾ മേടിക്കുകയാണോ? കഷ്ടപ്പാടൊക്കെ ഞങ്ങൾക്കും, പണം നിങ്ങൾക്കും. ഇതാണ് പണം പിടിച്ചു പറയുന്നത് പറയുന്നത്. അങ്ങനെയോ? അപ്പൊ അഭിയുടെ സ്വത്ത് നിങ്ങൾ പറ്റിച്ചെടുത്തില്ലേ? അഭിയുടെ വിയർപ്പിന്റെ പങ്ക് നിങ്ങൾ കഴിച്ചിട്ടില്ലേ? അബി ഇപ്പോ ആ പണം വാങ്ങിയത് അവന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ആവശ്യത്തിന് വേണ്ടിയാ. ഇത്രയും നാളും കഷ്ടപ്പെടാതെ ജീവിച്ചല്ലടാ, ഇനിയെങ്കിലും അതിന്റെ വിലയെന്നറിയാം. കഷ്ടപ്പാടിന്റെ വില മനസ്സിലാക്കിയപ്പോ മനസ്സിന് വേദന ഉണ്ടാവുന്നു. പാവം. നിങ്ങൾ അധ്വാനിച്ച എന്തായാലും ഞങ്ങൾ എടുക്കുന്നില്ല. ആ പണം നിങ്ങൾക്ക് തന്നെ. വസുന്ധര, അവർക്ക് തന്നെ കൊടുക്ക. നിൽക്കുമ്പോളെ, അവർക്കെന്തിനാ പണം കൊടുക്കുന്നേ? ഇവിടുന്ന് ഫ്രീ ആയിട്ടല്ലേ എന്നും കഴിക്കുന്നേ. ആ പണം നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എന്റെ കയ്യിലിരുന്നാലും അവരുടെ കയ്യിലിരുന്നാലും ഒരുപോലെയല്ലേ അച്ഛാ? അഖിൽ, ദാ. ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഒരുപോലെയാ. ഇങ്ങനെ എല്ലാം കൊടുത്തോണ്ടിരുന്നാ അവസാനം നിങ്ങൾക്കൊന്നും കാണില്ല. നാളെ നിന്റെ മക്കളെ പഠിപ്പിക്കേണ്ടതല്ലേ അബി? നിനക്ക് ധാരാളം ചെലവുള്ളതല്ലേ? നേരത്തെ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ ഞങ്ങൾക്ക് തന്നു. ഇനി ദിവസ വരുമാനം കൂടി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അബി? ശരി അടുത്തി, സമയായി. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി സൈൻ ചെയ്തിട്ട് വരാം. ശരി. നമസ്കാരം മാഡം. ആരാ നിങ്ങൾ? ഈ മാഡത്തിന് ഒരു പണി കൊടുക്കാനാ വന്നേ. എന്തായി കാണിക്കുന്നത്? ആരാടാ നീ? ആരാടാ നീ? ആരാണോ താൻ? വിട്, വസുന്ധര, വിട്. നിന്നോടല്ലേ ചോദിച്ചേ, തോന്നിയവാസം കാണിക്കുന്നോ? ഏട്ടാ, എന്റെ മാല. അബി, അവൻ ആരാ? എങ്ങനെ ഇങ്ങോട്ട് വന്നു? എന്ത് ധൈര്യം അവന്! എല്ലാവരും കൂടെ ഉള്ളപ്പോ ഒരു പെണ്ണിന്റെ താലി പൊട്ടിച്ചോണ്ട് ഓടി. അയ്യോയ്യോ, ഈ വെള്ളിയാഴ്ച താലി പൊട്ടിച്ചെന്ന് പറഞ്ഞാ അത് അശുഭലക്ഷണ. അബിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്തോ.
വസു, നിന്റെ കഴുത്തിൽ താലി ഉണ്ടല്ലോ. പിന്നെ ഏത് മാലയെ അവൻ പൊട്ടിച്ചോണ്ട് പോയേ? എന്റെ കഴുത്തില് ഈ മാല അല്ലാതെ വേറെ മാല ഇല്ലായിരുന്നു. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. താലി പൊട്ടിച്ചുകൊണ്ട് ഓടുന്നത് പോലെ അവൻ എന്തിനാ അഭിനയിച്ചത്? ഇതെന്തോ പ്ലാൻ പോലെയുണ്ട്. അഭി അവന്റെ പിന്നാലെ ഓടിയിരിക്കുക. ഭാസ്കർ, അഭിക്ക് പെട്ടെന്ന് ഫോൺ ചെയ്യ്. അഖിൽ, ഇത് MLA അങ്ങളുടെ പ്ലാൻ ആണെന്ന് തോന്നുന്നു. ബസ്വേട്ടത്തിയുടെ താലിമാലയ്ക്ക് വേണ്ടി അഭിയേട്ടൻ ആ കള്ളന്റെ പുറകെ ഓടിപ്പോയില്ലേ? സ്റ്റേഷനിൽ ഒപ്പിടേണ്ട സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അഭിയേട്ടന്റെ സമയം പാഴാക്കി കളഞ്ഞ് ഒപ്പിടാൻ പോകാതിരിക്കാനുള്ള ഒരു തന്ത്രമായിരിക്കും. അങ്ങനെയായിരിക്കും. ഹലോ. ആ പറയടോ. സാർ, സാർ അവനെ പുറകെ വരുന്നുണ്ട് സാർ. കഴുത്തിന്ന് താലി പൊട്ടിച്ചോണ്ട് ഓടിയാൽ അവൻ പിന്നെ ഓടിക്കില്ലേ? ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് സാർ? നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അവന് പിടികൊടുക്ക. സാർ എന്നെ തല്ലുമെന്നാ തോന്നുന്നേ. പോലീസ് അവിടെ വരുവടോ. അവരെല്ലാം റെഡിയായി നിപ്പുണ്ട്. ആ ശരി സാർ. എന്താ സാർ, അഭിറാമിനെ പോലുള്ള സീരിയസ് ഹീറോകൾക്ക് നിസ്സാരമായി താലി പറിക്കുന്ന ജോലി കൊടുത്തിരിക്കുന്നു? പിന്നെ അവൻ കോമഡി ആയിട്ട് വേറെ രീതിയിൽ എനിക്ക് വേണ്ടി പ്ലാൻ ഇട്ടില്ലേ? തരില്ല, ഇതെന്റെയാ. എന്താണ് നിന്റേന്ന് പറയുന്ന? എന്റെ കൺമുമ്പ് വെച്ച് എന്റെ ഭാര്യയുടെ താലിമാല അടിച്ചു മാറ്റിയിട്ട്. ഇല്ല, ഇത് നിങ്ങളുടെ വൈഫിന്റെ അല്ല, ഇത് എന്റെ വൈഫിന് വേണ്ടി ഞാൻ വാങ്ങിയതാ. എടാ, നിനക്ക് വേണമെങ്കിൽ ഞാൻ കാശ് തരാം. സ്ത്രീകൾക്ക് താലിമാല എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ജീവന തുല്യാണ്. താഴെ ഇങ്ങോട്ട് മര്യാദയ്ക്ക് തരാൻ. ഇല്ല, ഞാൻ തരില്ല. ഞാൻ കാര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലല്ലേ? എന്റെ ഭാര്യയുടെ തലയാണ് താഴെ. തരില്ല. എന്തിനാണ് അയാളെ അടിക്കുന്നത്? നോക്ക് സാറേ, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിയ താലി ഇയാൾ ചോദിക്കുക, കൊടുക്കാത്തതിന് എന്നെ അടിക്കുക. എന്താ അഭിറാം, നിങ്ങൾക്ക് ഈ ജോലിയും ഉണ്ടോ? ഇവൻ കള്ളം പറയാണ് സാർ. താലി കെടുക്കടാ. പണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഞാനിത് പണയം വെച്ചിരുന്നത് സാറേ. ഇപ്പൊ ഞാൻ തിരിച്ചെടുത്ത് അവൾക്ക് കൊണ്ട് കൊടുക്കാൻ പോവാ. എന്താടാ, നീ കഥ ഉണ്ടാക്കിയാണോ? നീ എന്റെ വീട്ടിൽ വന്നതിന്റെ സാക്ഷിയുണ്ട്. എന്റെ ഭാര്യയുടെ താലി നീയാണ് മോഷ്ടിച്ചത്. ഏയ്, മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ ഞാൻ കൊന്നുകളയും. മിസ്റ്റർ അഭിറാം, യു ആർ അണ്ടർ അറസ്റ്റ്. തെറ്റ് ചെയ്തത് ഇവനല്ലേ, പിന്നെ എന്തിനാ എന്നെ അറസ്റ്റ് ചെയ്യുന്നു പറയുന്നത്? നിങ്ങൾ 6 മണിക്ക് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടേണ്ടതായിരുന്നു. സോ കറക്റ്റ് ടൈമിന് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടാത്തതുകൊണ്ട് നിങ്ങളുടെ ബെയിൽ ക്യാൻസൽ ആയി കഴിഞ്ഞു. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയാണ്. നീ പറ്റോ, നിന്റെ ജോലി കഴിഞ്ഞു. വളരെ നന്ദിയുണ്ട് സാറേ. അഭിറാം, വണ്ടിയിൽ കയറും. സർ, ഞാൻ പറയാം. ഒരു മിനിറ്റ് സർ. പറയൂ വസുന്ധര. ഏട്ടൻ എവിടെയാ ഉള്ളത്? നമ്മുടെ കോളനിയുടെ അടുത്തുള്ള പാർക്കിൽ. അയാൾ എന്റെ താലിയല്ല കൊണ്ടുപോയത്, അത് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഇതെല്ലാം ഒരു ട്രാപ്പാ. ഏട്ടൻ സ്റ്റേഷനിൽ പോയി സൈൻ ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് വെറുതെ ഏട്ടന് സമയം കളയാൻ വേണ്ടി ആ MLA ചെയ്ത പ്ലാൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. വസുന്ധര, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. പക്ഷെ താമസിച്ചു പോയി. എന്നുവെച്ചാ പോലീസ് വന്നിരിക്കുക. എന്നെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുക. അപ്പോ നമ്മളിനി എന്ത് ചെയ്യും? താൻ പേടിക്കാതിരിക്കുക.
പറയുന്നത് അതുപോലെ ചെയ്യണം. ശരി ഏട്ടാ, ഏട്ടാ സൂക്ഷിക്കൂ. ഓക്കെ. എന്നാ പിന്നെ പോയാലോ? വരില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുമെന്ന് കരുതി നീ തന്നെ വരാന്ന് പറയുന്നു.